ഇപ്പം ഞാൻ നേരത്തെ ഇന്റർവ്യൂലാണെങ്കിലും കേട്ടു അച്ഛനാണ് എന്റെ ബോയ് ഫ്രണ്ട്, ഫസ്റ്റ് ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടു. എങ്ങനെ അങ്ങനെ ഒരു കംഫർട്ട് സ്പേസിലേക്ക് എത്തിയത് എങ്ങനെ, അല്ലെങ്കിൽ അച്ഛനാണ് അങ്ങനെ പറയാൻ അങ്ങനെ ഒരു സ്പേസിലേക്ക് എങ്ങനെയാ എത്തിയത്? ഞങ്ങള് വീട്ടിലല്ലാണ്ട് വളർന്നിട്ടില്ല. ഞങ്ങളുടെ വീട് അങ്ങനെ തന്നെയാ. എപ്പോഴും എന്റെ അച്ഛൻ അമ്മയായിട്ട് ഉള്ള അത്രയും കൂട്ട് ഞാൻ വേറെ ആരുമായിട്ടും ഇല്ല. എന്നുവെച്ചാൽ ഭയങ്കര ഏത് സമയവും ഞാൻ അവരുടെ കൂടെയാണ്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് അവര് കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം അവരുടെ അടുത്തായിരിക്കും പറയുന്നത്. പക്ഷെ ഞാൻ കുറച്ചൊരു വലുതായപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്ന എല്ലാ വീടുകളിലും അങ്ങനെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാവണം എന്നില്ല. പക്ഷെ ഞാൻ തീരെ ചെറുതായിരിക്കും ഞാൻ വിചാരിച്ചു എല്ലാവരുടെയും അച്ഛനും അമ്മയും ഇങ്ങനെ തന്നെയാണ്, എല്ലാ കുട്ടികളും അവരുടെ അച്ഛനമ്മമാരുമായിട്ട് ഇങ്ങനെ തന്നെയാണ്. പക്ഷെ അങ്ങനെയല്ല. ഞാനിപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും വന്ന് പറയുന്നവരും മീനാക്ഷിയുടെ വീട്ടിൽ ശരിക്കും എങ്ങനെയാണോ അത് നിങ്ങൾ അഭിനയിച്ച് കാണിക്കുന്നതാണോ ഇങ്ങനെ. അപ്പൊ ആൾക്കാർക്ക് അങ്ങനെ ഒരു സംശയം തോന്നുന്നെങ്കിൽ അത്രയും നല്ലൊരു സ്പേസിലാണ് ഞാനുള്ളത് എന്ന് ഞാൻ ആ സമയത്താണ് മനസ്സിലാക്കുന്നത്. അപ്പം എന്റെ അച്ഛനും അമ്മയെന്ന് പറയുന്നത് എനിക്ക് എല്ലാരെയും പോലെ തന്നെ ഭയങ്കര സ്പെഷ്യലാണ്. അവര് വളരെ നന്നായിട്ട് നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുവന്ന എല്ലാ കാര്യവും വളരെ കൃത്യസമയത്ത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പം എനിക്ക് താഴെ 2 അനിയന്മാരാണ്. അവർക്കായാലും അവരുടെ അച്ഛനും അമ്മ എന്ന് പറയുന്നത്, അല്ല അവരുടെ അച്ഛനമ്മ ചേച്ചി എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ കൂളായിട്ട് നിൽക്കുന്നത്, വളരെ അവർക്ക് എപ്പോ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് തന്നെയാണ് ഞങ്ങളുള്ളത്.